അങ്കമാലി മുനിസിപ്പൽ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാറും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. ഈ വർഷം പുതിയൊരു ഭാരവാഹികളുടെ കൂട്ടായ്മകളുടെ പ്രവർത്തനം ആരംഭിക്കും. അങ്കമാലിയുടെ വികസനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വാർഡ് കൗൺസിലേഴ്സിനെയും ഈ അവസരത്തിൽ നിങ്ങളുടെ സ്വാഗതം ചോദിച്ചാൽ നമുക്കറിയാം, രണ്ട് രീതിയിലാണ് പഞ്ചായത്തുകളെ നഗരസഭകളായി ഉയർത്തുക. ഒന്ന് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, രണ്ട് ജനസംഖ്യ അടിസ്ഥാനത്തിൽ. റിട്ടയർഡ് ആവാറാകുമ്പോൾ അവര് സ്ഥലമാറ്റം ചോദിക്കുന്ന സ്ഥലം അങ്കമാലിയാണ്. എല്ലാ മുനിസിപ്പാലിറ്റികളും പൊതുവെല്ലാം ആവശ്യകതയില്ല. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു IT ഹബും ആയി അതിനെ മാറ്റുവാനായിട്ടാണ് സിയാല് അത് വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത നമുക്കൊരു പക്ഷേ വിമാനത്താവളം വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായതുപോലുള്ള ഒരു മാറ്റം വരേണ്ടത് ഒരു പദ്ധതിയാണ്. അനുഭവം നീണ്ടുപോയെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് സിറ്റി പദ്ധതി അത് അങ്കമാലി എന്ന് പറയുന്ന പ്രദേശം വളരെയേറെ പ്രാധാന്യമേറിയുള്ള 40 വർഷമായി നമ്മുടെ ഓരോ പദ്ധതിയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എത്രയും നടപ്പിലാക്കിയോ ഇല്ലയോ, അതൊരു വലിയ കുറവ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള AI ഏജന്റുകളുടെ സാമൂഹ്യ മാധ്യമമാണ്. നമ്മൾ ഫേസ്ബുക്കിൽ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കില്ലേ, അതുപോലെ ലോകത്തിലുള്ള 1,93,454 AI ഏജന്റുമാർ അംഗമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് മോൾട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ. ഹബിന്റെ സാധ്യതയുണ്ട്, അങ്കമാലിക്ക് ഒരു സ്കിൽ ഹബിന്റെ സാധ്യതയുണ്ട്, അങ്കമാലിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഹബിന്റെ സാധ്യതയുണ്ട്. അങ്കമാലിക്ക് ഇല്ലാത്തത് ഒരു നല്ല ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ കാര്യം 91 വിഭാഗത്തിലേക്കാണ് ഈ 37 കോടി രൂപ പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയാമോ, ഒരു പദ്ധതിയും നേരെ ചൊവ്വേ പൂർത്തിയാവില്ല. അങ്കമാലി എയർപോർട്ടിൽ നിന്ന് മാഞ്ഞാലിക്കോട് 300 വഴി മാഞ്ഞാലിക്കോട് കരാറുണ്ട്. പിന്നെ മാനാരിക്കോട് ഓവർബ്രിഡ്ജ് റെയിൽവേ ഡെവലപ്മെന്റിന്റെ അവിടെ റോഡിന്റെ കാര്യം പറഞ്ഞു. KSRTC അവിടെ ടൗണിന്റെ അവിടെ സബ്വേ വേണം പറഞ്ഞു. പിന്നെ മറ്റൊരു സംഗതി അങ്കമാലി മധുര റെയിൽവേ പാലം. ഇതെല്ലാം 30 വർഷം മുമ്പ് വിഭാവനം ചെയ്ത വികസന പദ്ധതികളാണ്. ഈ ആർക്കൈവ്സ്, പോർച്ചുഗീസ് പോർച്ചുഗീസുകാര് തീർന്നു വെച്ചു. അവർ പറയുന്ന കാര്യം ഈ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള ഹൈന്ദവ സംസ്കാരവും ക്രൈസ്തവ സംസ്കാരവും കൂടിച്ചേർന്നതാണ്. അവര് തീർത്ത് നശിപ്പിക്കാനുണ്ടായിരുന്ന ഒരു പ്രധാന കാരണം അതിലിരിക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സെന്റ് ജോസഫ് സ്കൂളിന്റെ ഗ്രാമം പലപ്പോഴും ആളുകൾ നടക്കാനൊരു ഉപയോഗിക്കും. നമുക്കൊരു നടക്കാനൊരു നടപ്പാത പോലും റോഡിലൂടെ ജനങ്ങളാണ് ഇരിക്കുന്നത്. അങ്കമാലിയ ജനങ്ങളിലുണ്ടാവുന്ന ആളൊക്കെ ഉള്ളൂ. ഞാൻ ഇഷ്ടം പറയുകയല്ല, അത്രയ്ക്ക് ഉണ്ട് അങ്കമാലിക്കാരുടെ ആഗ്രഹം. ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റും ഞാൻ രണ്ടുപേരും ഇരിക്കുന്നത് കേരളത്തിൻ്റെതായ മുനിസിപ്പാലിറ്റിയിലെ ആരെങ്കിലും ഒക്കെ ആരെങ്കിലൂടെ ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും. കാരണം അതാണ് മൊത്തം വികസനം അങ്കമാലിക്ക് ചെയ്യുന്നത്. മരണം നടക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് സിഗിലായിട്ട് സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഒക്കെ തടസ്സങ്ങൾ പറയുന്നുണ്ട്. ആയുർവേദ മുട്ടിനാണ് സിഗിലൈറ്റ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളില് ഒന്ന് ശ്രദ്ധിച്ചാൽ മാതൃഭൂമിയിൽ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയാണിത്. ആ കല്ലിന്റെ ഫോട്ടോ ആണിത്. ഇതിൽ ഈ വാർത്തയില് ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുര തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. മധുര പദ്ധതിയിലും തിരിഞ്ഞു നോക്കാൻ ആളില്ല. ഒരു നടപടി ഇത് അങ്കമാലി എന്ന് തുടങ്ങി മാനാടി വഴി
1998 സ്ഥാപിതമായിട്ടുള്ളതായ അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞു കേട്ടിരുന്നത് അങ്കമാലിയിലേക്ക് നേരിട്ട് ഒരു റോഡ് സൗകര്യം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. ഒരു യുവാക്കളുടെ യുവാക്കൾ അവിടെ പോയി റീൽസിലിരിക്കുകയാണ്. നമ്മുടെ യുവാക്കളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരും ജനങ്ങൾ അധികം പ്രസംഗിക്കാവില്ല. നമുക്ക് ആവശ്യത്തിലധികം വികസന നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. അവയിൽ ഭൂരിപക്ഷവും വർഷങ്ങളായിട്ട് ഈ അങ്കമാലിയുടെ പരിസര പ്രദേശങ്ങളിൽ കേൾക്കപ്പെടുന്നതാണ് പല വേദികളിലായിട്ട്. അതുകൊണ്ട് പുതിയൊരു വികസന നിർദ്ദേശവും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. എനിക്ക് കാര്യങ്ങളാണ് കളിസ്ഥല ഭാഗത്ത് പ്രവർത്തനം നടത്താൻ സൗകര്യങ്ങളുടെ കാര്യങ്ങളുടെ റോഡ് ബ്ലോക്ക് ഒഴിവാക്കണം എന്നതിന്റെ വികസനം. വളരെ സന്തോഷമുള്ള ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കാൻ അവസരം കിട്ടിയത്. പെട്ടെന്നുണ്ടായ അഭിപ്രായങ്ങളും